കുളിക്കണം, ഒരുങ്ങണം, ശുദ്ധി ചെയ്യണം, കുളിർമയോടെ വസ്ത്രമിട്ട് ശുദ്ധി സ്ഥാനം തേടണം, ബാങ്കുഗീതം മുഴക്കണം, ഇഖാമത്തും വിളിക്കണം, ഭക്തിയിൽ മുഴുകിതാരെ കണ്ണുനീരൊഴുക്കണം, നിൽക്കണം കുനിയണം, നിന്ന് വീണ്ടും പോകണം, നിൽക്കണം കുനിയണം, നിന്ന് വീണ്ടും പോകണം, നന്ദി ഭാണ്ഡം കെട്ടഴിച്ച് നാഥനിൽ ചൊരിയണം, ഇരിക്കണം ഇരക്കണം പ്രാർത്ഥന നിരന്തരം, ഇരിക്കണം ഇരക്കണം പ്രാർത്ഥന നിരന്തരം, ഇരുന്നിരുവശം തിരിഞ്ഞ് രക്ഷ തേടി പിരിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നിസ്കാരത്തെക്കുറിച്ച് ഒരു ചെറിയ പാട്ട് പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുസ്തകങ്ങൾ ധാരാളം ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്, പലർക്കും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൊടുക്കുന്ന കൂട്ടത്തിൽ ആ പുസ്തകങ്ങളിലുള്ള പാട്ടുകളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് പലരും ആവശ്യപ്പെടുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ മക്കൾക്ക് വേണ്ടിയുള്ള പാട്ടുകളാണ് കൂടുതലും ഇതിലുള്ളത്. കുഞ്ഞു മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ തന്നെ പാടിക്കൊടുക്കുന്ന പാട്ടുകൾ. അപ്പം ചെറിയ പാട്ടുകൾ ആ ചെറിയ പ്രായത്തിലേ നമ്മൾ ആ നിസ്കാരത്തെക്കുറിച്ച് ഒരാകാംക്ഷ ഉണ്ടാക്കാനും ആഗ്രഹം ഉണ്ടാക്കാനും അതിനോടൊരു ബഹുമാനവും ആദരവും നിലനിർത്താനൊക്കെ ഈ പാട്ടുകൾ ഉപകരിക്കും. അപ്പം പ്രത്യേകിച്ച് 7 വയസ്സായ ഒരു കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. പക്ഷേ 7 വയസ്സാവാൻ കാത്തു നിൽക്കരുത്. നമ്മൾ ചെറിയ പ്രായത്തിലേ ആ കുട്ടികൾക്ക് നിസ്കാരത്തിനോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്താൻ വേണ്ടി ആ കുട്ടികൾക്ക് എന്താവണം, അവരുടെ മനസ്സിൽ നിസ്കാരത്തെക്കുറിച്ച് നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് അതിന് പറ്റിയ പാട്ടുകളാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. 100 കണക്കിന് പാട്ടുകൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് നിസ്കാരത്തെക്കുറിച്ച് ചെറിയൊരു പാട്ടാണ്. കുളിക്കണം, ഒരുങ്ങണം, ശുദ്ധി ചെയ്യണം, കുളിർമയോടെ വസ്ത്രമിട്ട് ശുദ്ധി സ്ഥാനം തേടണം, കുളിക്കണം, ഒരുങ്ങണം, ശുദ്ധി ചെയ്യണം, കുളിർമയോടെ വസ്ത്രമിട്ട് ശുദ്ധി സ്ഥാനം തേടണം. അപ്പോൾ ഒരു കുട്ടിക്ക് നിസ്കരിക്കുന്നതിന് വൃത്തി വേണമെന്നുള്ളതാണ് ആദ്യത്തെ വരിയിലുള്ളത്. കുളിക്കുകയും ഉളു ചെയ്യുകയൊക്കെ വേണം എന്നുള്ളതും, പിന്നെ നല്ല വസ്ത്രമിട്ട് നല്ല സ്ഥാനത്ത് നിന്നാണ് നിസ്കരിക്കേണ്ടത്, വൃത്തിയുള്ള സ്ഥാനത്ത്. പ്രത്യേകിച്ച് ഖിബിലയ്ക്ക് നേരെ നമ്മൾ തിരിഞ്ഞാണ് നിസ്കരിക്കുന്നതിനൊക്കെ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അടുത്തത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ ചെയ്യും. ഒന്ന് ബാങ്കും ഇഖാമത്തും. അതാണ് അടുത്ത വഴി പറയുന്നത്. ബാങ്കു ഗീതം മുഴക്കണം, ഇഖാമത്തും വിളിക്കണം. അപ്പോൾ ബാങ്ക് നമ്മൾ പള്ളിയിൽ 5 നേരവും നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ ഇഖാമത്ത് നിസ്കാരത്തിന് ടൈം ആവുമ്പോൾ ആ സമയത്ത് കൊടുക്കുന്നതാണ് ഇഖാമത്ത്. ബാങ്ക് കുറച്ച് നേരത്തെ കൊടുക്കും എന്നൊക്കെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. ബാങ്കുഗീതം മുഴക്കണം, ഇഖാമത്തും വിളിക്കണം, ഭക്തിയിൽ മുഴുകിതാരെ കണ്ണുനീരൊഴിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നും ഏർപ്പെടാൻ പാടില്ല. കളിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല. അള്ളാഹുവിനോട് വളരെ ഭയഭക്തിയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കൈകെട്ടണം. ആഗ്രഹത്തോടായിരിക്കണം. മടിയോടും അടിയോടും അലസതയോടും പാടില്ല. ഇതൊക്കെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്ത് ചെയ്യാം, പ്രേരണ കൊടുക്കാം. എന്നിട്ടോ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. കൂടുതൽ സമയം നിസ്കാരത്തിൽ നൃത്തമാണുള്ളത്. വലിയ ഫർളാണ് എന്ത്, നിസ്കാരത്തിലെ നൃത്തം എന്ന് പറയുന്നത്. അറിയാമല്ലോ നമുക്ക്, നിസ്കാരത്തിന്റെ 3ാമത്തെ ഫർളാണല്ലോ. 14 ഫർളാണേ നമസ്കാരത്തിന്, 14 കേട് വന്നാലെന്തിന്, നിസ്കാരം അപ്പോൾ തന്നെ പിഴവായി പോകുമേ, നിൽക്കുന്നു റബ്ബിൻ മുമ്പിലെന്തിനു ഭംഗമേ, നിയ്യത്തു വേണം അതാദ്യമായി ഫർളൊന്നതാ, നിയ്യത്ത് കൂടാതുള്ള മൽപ്പാഴായതാ, തക്ബീറത്തുൽ ഇഹ്റാം 2ാം ഫർളടോ, തക്ബീറു നിയ്യത്തോടെ ചേർക്കണമറിയടോ, കഴിവുള്ളവൻ ഫർളിന് വേണ്ടി നിൽക്കണം, കഴിയാതെ വന്നാൽ ഖിബില കൊള്ളയിരിക്കണം. അപ്പൊ നിസ്കാരത്തിൽ ഏറ്റവും വലിയൊരു ഫർളാണ് നൃത്തം എന്ന് പറയുന്നത്. കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം. കഴിയാതെ വന്ന ഒരാൾക്ക് കാലില്ല, അല്ലെങ്കിൽ കാലുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്, അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഫർൾ നിസ്കാരത്തിലും ഇരുന്ന് നിസ്കരിക്കാം. എന്നാലും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. അപ്പം നിസ്കാരം
കഴിവുള്ളവൻ ഫർളിനു വേണ്ടി നിൽക്കണം, കഴിയാതെ വന്നാൽ ഖിബില കൊള്ളയിരിക്കണം. അതാണ് പറഞ്ഞത്. ഇനി അടുത്തതോ, നിൽക്കണം കുനിയണം നിന്ന് വീണ്ടും പോകണം, നന്ദി ഭാണ്ഡം കെട്ടഴിച്ച് നാഥനിൽ ചൊരിയണം. ഇരിക്കണം ഇരക്കണം പ്രാർത്ഥന നിരന്തരം, ഇരുന്നിരുവശം തിരിഞ്ഞ് രക്ഷ തേടി പിരിയണം. ഇരുന്നിരുവശം തിരിഞ്ഞ് രക്ഷ തേടി പിരിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഓരോ സലാമും ഓരോ വ്യക്തിക്കും നമ്മൾ രക്ഷ തേടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാവട്ടെ. അപ്പൊ തിരിച്ച് ആ വ്യക്തി പറയുന്നു വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, രക്ഷയും അള്ളാഹുവിന്റെ ബർക്കത്തും റഹ്മത്തും ഉണ്ടാവട്ടെ എന്ന് മറുപടിയും പറയുന്നു. അപ്പൊ നമ്മൾ നിസ്കാരത്തിന്റെ ഗൗരവം ഈ ചെറിയ പാട്ടിലൂടെ നമുക്ക് കുഞ്ഞു മക്കൾക്ക് ചെറിയതായിട്ടൊന്ന് ഉണർത്തൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലാതെ പൂർണ്ണമായി പഠിപ്പിക്കലല്ല. അപ്പോൾ നമുക്ക് ഈ പാട്ടുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യണം, നിസ്കാരത്തിൻ്റെ ഗൗരവം ഉണർത്താൻ വേണ്ടി നമ്മൾ പാടിക്കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.